പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന വചന ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഇന്നേ ദിവസം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഇന്ന് വചനം കേൾക്കുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, ഈ വചനം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെയും, വചനത്തോട് മറുതലിച്ചാരെങ്കിലുണ്ടെങ്കിൽ അവരെയും എല്ലാം ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന നമുക്ക് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും കാവലും കൂട്ടും കോട്ടയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്തുമസിനോട് അടുത്ത് വരികയാണ്. ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവമായി മാറാൻ നമുക്ക് ഈ വചന ശുശ്രൂഷകളൊക്കെ കാരണമാകട്ടെ. ക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചു, ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ വളർന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി വചന ശുശ്രൂഷകൾ നടത്തി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ പ്രവർത്തിച്ചു, ഒത്തിരി രോഗസൗഖ്യം നൽകി. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇവിടം വരെയാണ് നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള, യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള, മിശിഹായെക്കുറിച്ചുള്ള, കാലിത്വത്തിൽ പിറന്ന യേശു നമുക്ക് ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു പോകുന്നത്. ഇന്ന് നമ്മളതിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടർന്ന് ധ്യാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം വായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ മർക്കോസിൻ്റെ സുവിശേഷം വായിച്ചു, ലൂക്കോസ് വായിച്ചു, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു, എഫേസ്യസ് 2:4 മുതൽ 6 വരെ വാക്യങ്ങൾ വായിച്ചു, റോമർ 6-ാം അധ്യായം 4 മുതൽ 5 വരെ വാക്യങ്ങൾ വായിച്ചു. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മളെ ഒരിക്കൽ കൂടെ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളേറെ അനുഗ്രഹമുള്ളവരായി, നിറവുള്ളവരായി, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി, ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കൃപ നൽകണമേ. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികൾ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോട് കൂടി ക്രൂശിക്കപ്പെട്ടു. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചത്, ഒന്ന്, ഈ സത്യം നമുക്ക് മനസ്സിലാക്കി ക്രിസ്തുവിനോടുകൂടെ ജീവിക്കണമെങ്കിൽ നാം നമ്മുടെ പഴയ മനുഷ്യനെ മാറ്റണം. പഴയ മനുഷ്യന് സാധിക്കാതെ പോയ കാര്യങ്ങളാണ്. സൃഷ്ടാവിനെ അറിയാതെ പോയി അവൻ സൃഷ്ടാവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ഭക്ഷണ പദാർത്ഥത്തെ സ്നേഹിച്ചു. അങ്ങനെയൊക്കെ പല ആപത്തുകളിലും അനർത്ഥങ്ങളിലൊക്കെ ചെന്നുപെട്ടു. സൃഷ്ടാവിനെ അറിയുന്ന നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തേണ്ട ദൈവത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുത്ത് ക്രിസ്തുവിനോടുകൂടെ വലത്തിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണം. ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണമെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് യേശു പറയുന്നു. യേശു പറയുന്നത് പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. യേശു പറയുന്നത് പോലെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. യേശു പറയുന്നത് പോലെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അപ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയുന്നത്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. 23-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയാണ്.
യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകർ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഞാൻ മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയുകയാണ്. മോശ ദൈവസന്നിധിയിൽ ഇസ്രായേൽ ജനത്വം ജീവിക്കേണ്ട നിയമങ്ങൾ എഴുതി വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ അഹറോൻ ദൈവജനത്തെ നയിക്കാൻ വേണ്ടി കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന ഭാഗം നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. 32-ാമത്തെ അധ്യായത്തിൽ. അതുകൊണ്ട് ആരാധന ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ തന്നെ പലപ്പോഴും വിഗ്രഹാരാധനയിലേക്ക് അവർ പല സമയത്തും പോയിട്ടുണ്ട്. നമ്മളും കുറവല്ല, നമ്മുടെ ഇടയിലും അതുപോലെയുള്ള സംഭവങ്ങളുണ്ട്. സത്യമല്ലാത്തതിനെ ആരാധിക്കുന്നവരുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, കല്ലും മണ്ണൊക്കെ ആരാധിക്കുന്നവരുണ്ട്, മരത്തെ ആരാധിക്കുന്നവരുണ്ട്, സൂര്യനെ ആരാധിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ആരാധന എപ്പോഴും റോമാലേഖനത്തിൽ പറയുന്നത് പോലെ പല വഴിക്ക് തിരിഞ്ഞു പോവുകയാണ്. റോമാലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ തിന്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവമായെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് ദൈവത്തിൻ്റെ അനന്ത ശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴിവ് കഴിവില്ല. പ്രിയമുള്ളവരെയും ആ ഭാഗം നമ്മൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ എന്താ പറയുന്നത്, അവർ പരസ്പരമായ ആസക്തിയിലൊക്കെ മുഴുകുന്നു എന്നാണ് പറയുന്നത്. ലജ്ജാകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു, അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കൊക്കെ അവർ വിട്ടുകൊടുത്തു എന്നാണ്. ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദോഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരൊക്കെയാണെന്നാണ് പറയുന്നത്. എന്താ കാരണം? ആരാധന മാറിപ്പോയി. ആരാധന സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യങ്ങളുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അങ്ങനെ പല സ്ഥലത്തും ആരാധന പല ഇടങ്ങളിലും പല രീതിയിലായി. ചിലക്കാരെയൊക്കെ ദൈവം അതിൽ നിന്ന് പലപ്പോഴും പിന്തിരിപ്പിച്ചു, അവരെ ശിക്ഷിച്ചും ശാസിച്ചും. ചിലരൊക്കെ മരിക്കാൻ വരെ ഇടയായി തീർന്ന പാപമാണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ആരാധന ദൈവത്തിന് കൊടുക്കുന്നത് സത്യത്തിലും ആത്മാവിലുമാണ്. അത് പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിനോടൊന്നും സദൃശപ്പെടുത്തരുത്. ദൈവം ജീവനുള്ളവനാണ്. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിൽ പ്രകടമാകുന്നതാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാധന ആത്മാവാണ് നമ്മളെ സഹായിക്കുന്ന ആരാധിക്കാൻ. പരിശുദ്ധാത്മാവാണ് നമ്മളെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ സഹായിക്കുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. എന്നാൽ യഥാർത്ഥ ആരാധന സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയുമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യഥാർത്ഥ ആരാധന നടത്തുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. യഥാർത്ഥമായ ആരാധനയാണ് നടക്കേണ്ടത്. ആത്മാവിലാണ് ആരാധിക്കേണ്ടത്,
സത്യത്തിലാണ് ആരാധിക്കുന്നത്. വ്യാജമായ ആരാധന നടത്തരുത്. ദേവാലയത്തിൽ വന്നിട്ട് ദേവാലയത്തിലാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദേവാലയത്തിൽ വന്നാലും മനസ്സിൽ എന്താണോ സൂക്ഷിച്ചിരിക്കുന്നത് അതാണ് ആരാധനയായി മാറുന്നത്. എന്തുകൊണ്ടാണ് പലർക്കും പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തത്? സ്വയം പ്രേരിതമായൊരു പ്രാർത്ഥന പറ്റുന്നില്ല. പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥന പോലും സാധിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊരു മൂളൽ മാത്രമേ ഉള്ളൂ. എന്ത് പ്രാർത്ഥിക്കും? സ്വർഗസ്നായ പിതാവെന്ന് മാത്രം ഒന്ന് പ്രാർത്ഥിക്കും. അതുപോലും ഇല്ലാതെയാണ് ആളുകൾ ജീവിക്കുന്നത്. ആരാധന ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. ആരാധനയിലൂടെയാണ് നമ്മൾ ക്രിസ്തുവുമായി യോജിക്കുന്നത്. അങ്ങനെ ആരാധിക്കുമ്പോൾ മാത്രമേ കൃപ നമ്മളിൽ വന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ച് നമ്മൾ ദൈവഹിതം പ്രവർത്തിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം. എൻ്റെ ഹിതം പോലെയല്ല നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്നുള്ള ആ പ്രാർത്ഥന നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ 5-ാമത്തെ ഭാഗമാണ് സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ തിരിച്ചെത്തുക. ഭൂമിയിൽ നമ്മളെ മനുഷ്യനായി ദൈവം സൃഷ്ടിച്ചു. ആ ദൈവസന്നിധിയിൽ നമ്മൾ തിരിച്ചെത്തുക എന്നുള്ളത് നമുക്ക് വേണ്ടി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു നമുക്ക് വേണ്ടി തിരുസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു. നമ്മളും അവിടെ എത്തിച്ചേരും. എങ്ങനെ? ഒന്ന്, നമ്മൾ പാപം നമ്മുടെ മർത്യശരീരത്തിൽ ശരീരത്തിൽ വാഴാതെ നമ്മൾ സൃഷ്ടാവിനെ അറിഞ്ഞ് അനുഭവമാക്കുമ്പോൾ. 2, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ. 3, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ. 4, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ. 5-ാമത് നമ്മൾ സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ തിരിച്ചെത്തും. അപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെപ്പോലെ കൃപ നിറഞ്ഞവളും കർത്താവ് കൂടെയുള്ളവളും വിധേയത്വമുള്ളവളും വിശ്വസിക്കുന്നവളും ആരാധിക്കുന്നവളും യഹൂദ നിയമങ്ങളും ഭക്താഭ്യാസങ്ങളൊക്കെ പാലിച്ചിരുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ മാതാവിനെ യേശു തമ്പുരാൻ സ്വർഗാരോഹണം ചെയ്തതുപോലെ നമ്മളും സ്വർഗത്തിലേക്ക് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിലുള്ള ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഈ 4 ഭാഗമായിട്ട് ഞങ്ങളിതിനെ ചിന്തിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ മർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും യോഹന്നാൻ്റെയും സുവിശേഷത്തിലൊക്കെ ഞങ്ങൾ വായിച്ചു. എഫേസൂസ് ലേഖനത്തിൽ നിന്ന് പൗലോസിൽ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിച്ചു കേട്ടു. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കേട്ടു. കർത്താവേ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഞങ്ങൾ തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾ വായിച്ചു കേട്ടു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. കർത്താവേ, ഒരിക്കൽ കൂടെ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച്, ക്രിസ്തുവിനോടുകൂടെ വളർന്ന്, ക്രിസ്തുവിനോടുകൂടെ മരിച്ച്, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല വിശ്വാസത്തിൽ വളരുവാൻ, ആരാധിക്കുവാനും വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും കൃപ നൽകണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവരിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ടത്തിലും തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചന ശുശ്രൂഷ അനേകർക്ക് ഉപകരിക്കത്തക്കവണ്ണം നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായി മാറണമേ എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. ആരാണാത്ത ധ്യാനകേന്ദ്രം കർത്താവെ വേഗം വരണമെന്ന അർത്ഥമുള്ള ഈ ധ്യാനകേന്ദ്രത്തിൽ യാക്കോബായ സുറിയാനി സഭയുടെ പിതാക്കന്മാരാൽ അനുഗ്രഹീതമായി നടത്തപ്പെടുന്ന ഈ വചന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടുവാൻ നിങ്ങൾക്ക് ദൈവം തമ്പുരാനുള്ള സാവകാശം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ വഴിയോരങ്ങളിലൊക്കെ അലഞ്ഞടക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ശുശ്രൂഷിക്കുന്നവരിടമാണെന്ന് ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ശുശ്രൂഷകളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുവാൻ വേണ്ടി ഞങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഈ ശുശ്രൂഷകളും ചെയ്യാൻ വേണ്ടി ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. മാനവമഹത്വം പൊന്നു തിരുമേനി അവിടത്തേക്കുള്ളത് കൃപയോടെ കെട്ടിത്തരുന്നവരുമാറാകണമേ. ആമേൻ.